ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി വെക്കാതെ എങ്ങനെയാ? അപ്പോൾ ദാ നല്ല കഷ്ണം നോക്കിയിട്ട് ഞാൻ ചിക്കനൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പിടിപ്പിക്കാൻ ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കോൺഫ്ലവർ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതാ കുറച്ച് സിർക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ എനിക്ക് വെക്കാൻ സമയം കിട്ടിയിട്ടില്ലൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 4 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഇത്തിരി കറിവേപ്പില, പിന്നെ നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം 5 സവാള ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അതും കൂടി ചേർത്തതിന് ശേഷം നല്ല തൈരും കൂടി, അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, പുതിന ഇല ഉണ്ടെങ്കിൽ പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതിൻ്റെ നീരൊക്കെ ഇറങ്ങാൻ അങ്ങോട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് ഞാൻ വെന്തതിന് ശേഷം പകുതി എടുത്ത് മാറ്റിയിട്ട് ആ മസാലയൊക്കെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് മല്ലിയിലയും കൂടി മേലെ വിതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ട് നല്ല വെള്ളരി ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്തേ. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ കൊതി വരുവേ. അത് കഴിക്കണം കഴിക്കണം എന്നുള്ള ഫീലിംഗ് ആണ്. ആരെയും വെയിറ്റ് ചെയ്യാൻ തോന്നൂല. അപ്പോൾ ഉച്ച വരാനൊന്നും ഞാൻ കാത്തുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ പറിച്ച് തൈരൊക്കെ കൂട്ടി റൈസും കൂട്ടി ഒരു പിടി പിടിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. ഒന്നും പറയാനില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇന്നത്തെ ബിരിയാണിക്കഥ എത്രയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ ടാറ്റാ.